ഹായ് ഫ്രണ്ട്സ്, പെല്ലാവൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ലവ് ബേഡ്സാണ്. ലവ് ബേഡ്സും ഫിഞ്ചസും അവർ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ നമ്മൾ ലവ് ബേഡ്സിന് കൂട് ഇറക്കിയത് ഈ സെറ്റപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേണ്ണതിനെ കൊടുത്ത് ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ നിർത്തിയാണ്. ഇതിൽ ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അതിൽ ഒരു കുഞ്ഞിനെ ഒരു താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു കളർ വരുന്നത് മെയിൽ വന്നിട്ട് ബ്ലൂവും ഫീമെയിൽ ഒരു ആൽബിനോ യെല്ലോയാണ് പറഞ്ഞത്. നമുക്കിതിൽ നോക്കാം, കുഞ്ഞുങ്ങളെ ഇറങ്ങിയതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇതിലെ മെയിൽ ബേഡ് വരുന്നത്. നമുക്ക് ഒരു കുട്ടീനെ ഇപ്പോൾ ഒരു ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ബ്ലൂവിന് ആ മെയിലിൻ്റെ കളർ തന്നെയാണ് വന്നത്. നമുക്ക് നോക്കാം ഇതിലുള്ള ഇനി കുട്ടികളെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫീമെയിൽ ഇതിൽ ഇരിപ്പാണ്. ഇതിലിപ്പോൾ കുട്ടികൾ 3, ഇതിലിപ്പോൾ പല കളറാണ് കുട്ടികൾ ഇറങ്ങിയത്. 4 കുട്ടികൾ കൂടി ഇനി ഇറങ്ങാൻ, 3 കുട്ടികൾ പുറത്തിറങ്ങാനുണ്ട്. കൂടുതൽ ശല്യപ്പെടുത്തണ്ട, നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു അടുത്ത എഗ്ഗീന് റെഡി ആവുന്ന കാരണം കുട്ടികളൊക്കെ മുന്നോട്ട് തട്ടി താഴേക്ക് ഇടുന്നത്. ഇതിലിപ്പോൾ 1, 2, 3, 4 കുട്ടികളുണ്ട്. ആ യെല്ലോ കളറാണ് ഇതിൻ്റെ അഡൾട്ട് ഫീമെയിൽ വരുന്നത്. അതിപ്പോൾ അടുത്ത എഗ്ഗീന് റെഡി ആയിട്ടുണ്ട്. അതാണ് ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് താഴേക്ക് ഒരു ഇതാവുമ്പോഴേക്കും. ഈ പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് 5 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കളേഴ്സ് വരുന്നത് ഒരു ഗ്രീനറി ഉണ്ട്. ബാക്കി കളറുകൾ ഒന്നുകൂടിയും പപ്പ് വന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് 5 കുട്ടികളെ കിട്ടണം കേട്ടോ. 5 കുട്ടികൾ ഏകദേശം ഒരെണ്ണം തന്നെ താഴേക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാക്കി 4 ഒരു ബ്ലൂ കളറാണെന്ന് തോന്നുന്നു. ബാക്കി 3 മെയിലിൻ്റെ കളറാണ്. ഈ പ്രാവശ്യം ഫീമെയിലിൻ്റെ കളറൊന്നും കിട്ടിയിട്ടില്ല. ഇനി അടിയത്തെ കേജിൽ വരുന്നത് ഒരു ബ്ലൂവും ഒരു യെല്ലോയും കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇതിലും കുട്ടികളായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ യെല്ലോ മെയിലും ബ്ലൂ ഫീമെയിലുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രാവശ്യം കുട്ടികൾ എത്ര ഉണ്ടെന്ന് നോക്കാം. കുറച്ച് റിസ്ക്കാണ് ഇത്. ഇതിൽ നെറ്റ് അടിച്ച് വരണോണ്ട് കുഴപ്പമില്ല. ഇതിൽ ഈ പ്രാവശ്യം 1, 2 ഒരു ആൽബിനോ കിട്ടിയിട്ടുണ്ട്. 2 ആൽബിനോസും 2 നോർമലാണ് നമുക്ക് ഈ പ്രാവശ്യം. ഇതിലും ഈ പ്രാവശ്യം 5 കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. 2 വൈറ്റും 1 യെല്ലോയും പിന്നെ 2 കളർ അങ്ങോട്ട് പപ്പ് വരുന്നുള്ളൂ. ഈ പ്രാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല നമുക്ക് വൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം കേട്ടോ വൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വൈറ്റ് കിട്ടാറില്ല വരുന്നത്. ഇത് നല്ല ആൽബിനോസാണ് നമുക്ക് ഈ പ്രാവശ്യം ഇത് കിട്ടിയാണത്. നമ്മൾ മുകളിൽ ഒരു ആൽബിനോ ഒരു നോർമൽ ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് മുകളിൽ കിട്ടിയിരിക്കുന്നത്. 5 മൊത്തം ആൽബിനോസൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇതിൽ കിട്ടിയാണെങ്കിൽ 4 ആൽബിനോസാണ് ഉള്ളത്. ഒരെണ്ണം മാത്രമേ നോർമൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് ബ്ലൂ വരുന്നത് ഫീമെയിലാണ്. ഇതാണ് മെയിൽ വരുന്നത്. മെയിലാണ് ആൽബിനോ വരുന്നത്. ഇതിൽ മോളിത്തിൽ കണ്ടതിൽ ആൽബിനോ വന്നത് ഫീമെയിലായിരുന്നു. കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് തേനയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 5 കുട്ടികളുള്ള കാരണം നമ്മൾ ഡെയിലി തേന ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു 3 ദിവസം കൂടുമ്പോഴേക്കാണ് ഫീഡ് ഇടാറുള്ളത്. ഇതിപ്പോൾ ഡെയിലി ഫീഡ് ഇട്ടായിരുന്നു. നമുക്ക് 5 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. 5 കുട്ടികളെ നന്നായി നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെ കിട്ടാറുള്ളൂ. ഈ പ്രാവശ്യം നന്നായിട്ട് ഫുഡ് നമ്മൾ കൊടുത്തായിരുന്നു. ഇനി അടുത്തത് 3 കേജിലും പ്രാവുകളാണ്. പിന്നെ ഇവിടെ ഒരു അറ്റത്താണ് ഒരു പേര് വരുന്നത്. ഇവിടെ ഇവർ 2 നോർമൽ തന്നെ വരുന്നത്. ഇതിപ്പോൾ ആ
ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയ കുട്ടിയാണിത്. ഇതിപ്പോൾ മറ്റേത് പാരൻ്റാണ്, മെയിലാണ്. ഗ്രീൻ കൂടുതൽ, ഗ്രീനും യെല്ലോ നല്ല ഡാർക്ക് കളറിൽ കാണുന്നത് അതിൻ്റെ പാരൻ്റാണ്, മെയിലാണ്. ഇതിപ്പോൾ ഒരു കുട്ടി ഇറങ്ങിയുള്ളൂ, ഇവരിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങിയുള്ളൂ. ഇവരെ മദർ ഫീമെയിൽ ബേർഡ് ബ്ലൂ കളറാണ്. ഇതിൽ നിന്ന് കിട്ടിയത് യെല്ലോ കളറാണ്. പാരൻ്റ് മെയിലിൻ്റെ കളർ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇവരെ കുട്ടികൾ കിട്ടൽ കുറവാണ്, 1-2 അത്ര കുട്ടികളെ നമുക്ക് കിട്ടാറുള്ളൂ ഈ പാരൻസിൽ നിന്ന്. ഇതാണ് ഈ ബ്ലൂ ആണ് ഫീമെയിൽ ബേർഡ്. അടുത്ത എഗ്ഗ് ചെയ്തിരിക്കാന്ന് തോന്നുന്നു. നമ്മൾ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ അടുത്ത ലവ് ബേർഡ്സിലേക്ക് കിടക്കാം. അടുത്ത നമ്മുടെ ഒരു കോളനി കേജ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കുറച്ച് എണ്ണം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ വരണത് ഇതിൽ 4 അഡൽട്ടാണ് കിടക്കുന്നത്. അതിൽ ഒരു ഫീമെയിൽ മാത്രമുള്ളൂ തോന്നുന്നു, ബാക്കി 3 മെയിലുകളാണ്. അപ്പോൾ അവർ ഒരെണ്ണം എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഗ്ഗ് ചെയ്തിരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. റിസൾട്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം. ഈ പ്രാവശ്യം ഇതിൽ ഇറങ്ങിയതും ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിൽ 4 കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരു കുട്ടിയാണ് ഏകദേശം പുറത്തിറങ്ങാറായിട്ടുണ്ട്. പപ്പൊക്കെ വന്ന് നന്നായിട്ട്. ബാക്കി 3 കൂടി ഉണ്ട്. ബാക്കി 3 ഫുള്ള് ഗ്രീൻ കളർ തന്നെയാണ്. ഇതിൽ ഫുള്ള് യെല്ലോസ്. പാരൻസ് 2 യെല്ലോസ് ആണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളേഴ്സിനാണ് കിട്ടിയത്. അത് ചിലപ്പോൾ അതിന് മുന്നത്തെ ഓൾഡ് പാരൻസ് ചിലപ്പോൾ ഗ്രീനിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളായിരിക്കും. യെല്ലോസ് അങ്ങനെ ആയിരിക്കും ഇവരെ കളറ് കിട്ടാൻ. അല്ലെങ്കിൽ ആൽബിനോസ് തന്നെ വീഴാറുള്ളൂ. ഈ പ്രാവശ്യം ഗ്രീൻ കളർ കുട്ടികളെ കിട്ടിയാണ്. നമുക്ക് ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സിന് പൊതുവെ മാർക്കറ്റിൽ പ്രൈസ് കുറവാണ്, റേറ്റ് ഇത്തിരി കുറവാണ്. ഗ്രീൻ കളർ ഒരുപാട് കളേഴ്സ് കിട്ടണ കാരണം ഗ്രീൻ ലവ് ബേർഡ്സിന് റേറ്റ് ഇത്തിരി കുറവാണ് മാർക്കറ്റിൽ. നമുക്ക് ആൽബിനോസൊക്കെ കിട്ടണമെങ്കിലാണ് റേറ്റ് കൂടുതൽ. ആൽബിനോസിന് ഒരു പീസ് 200 രൂപയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ 250 രൂപ വരുന്നുണ്ട്. നമുക്ക് നോർമൽ കൊടുക്കുമ്പോൾ പെയർ ഒരു 400 രൂപ കിട്ടും. നോർമൽ ഷോപ്പിൽ വരുന്നത് 400 രൂപ വരണമെങ്കിലും നോർമലിന് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പെയർ 300 രൂപ റേറ്റിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നോർമൽ ലവ് ബേർഡ്സിനെ കൊടുക്കുന്നത്. ആൽബിനോസ് നമ്മൾ കൊടുക്കുന്നത് 400 രൂപ റേറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു കോളനി കേജിലാണ് ഇപ്പോൾ ഈ ഇതൊക്കെ കിടക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾ ഒരു ഇതായി നമ്മൾ ഈ കോളനി കേജിക്ക് മാറ്റും. പിന്നെ ബ്രീഡിങ് പേഴ്സിനെ മാറ്റി നമ്മൾ സെപ്പറേറ്റ് കേജ് തിരിക്കാറുള്ളത്. ഇനി അടുത്ത് നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടാണ്. ഫിഞ്ചസിൻ്റെ കൂടെന്ന് പറയുമ്പോൾ ഒട്ടും പുറമേ നോക്കി പിന്നെ കാണാൻ പറ്റില്ല. കാരണം എലിയും കിടക്കാണ്ട് ഏറ്റവും ചെറിയ ഇതുള്ള നെറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിന് ചുറ്റും വലയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കാരണം പല്ലി പോലും കിടക്കാൻ പാടില്ല. പല്ലി ഇവരെ എഗ്ഗ് തിന്നാറുണ്ട്. കാരണം നമുക്ക് കുട്ടികൾ കിട്ടുന്നത് കുറവാണ്. കാരണം പല്ലി കിടക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ നെറ്റും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ചെറിയ വല കഷ്ണം ഇടണമൊക്കെ നല്ലതാണ്. കാരണം പല്ലികളും ചെറിയ സാധനങ്ങളൊന്നും കിടക്കാണ്ടിരിക്കും. കാരണം ഇവരെ എഗ്ഗ് അത്രയും ചെറുതാണ്. പല്ലിയാണ് ഏറ്റവും ശല്യം വരുന്നത് ഇവരിൽ. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ പറഞ്ഞത് 2 കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയാണ് 2 കുട്ടികൾ. ഇതിപ്പോൾ പുറത്ത് ഇറങ്ങാറായിട്ടുണ്ട്. ഏകദേശം 2 അല്ല 3 ഉണ്ട്. 3 കുട്ടികളുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇറങ്ങാനായിട്ടുള്ള. ഇതൊക്കെ ഒരു പപ്പായ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇറങ്ങി തുടങ്ങും. നമ്മുടെ ഇപ്പോൾ 7 ഉള്ളൂ. അതിൽ 2 ഫീമെയിലാണ് ഉള്ളൂ, ബാക്കിയൊക്കെ മെയിൽസാണ്. അതിൽ ഒരെണ്ണം ഇപ്പോൾ എഗ്ഗ് ചെയ്ത കുട്ടികളുണ്ട്. ഇതാണ് നമ്മുടെ ഫിഞ്ചസ് എന്ന് വെച്ചാൽ വളർത്താൻ ഏറ്റവും സിമ്പിളാണ് കേട്ടോ. പിന്നെ മഴക്കാലമാകുമ്പോൾ കുറച്ച് പ്രശ്നമുള്ളത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ ചത്തുന്നുള്ള ചാൻസ് കൂടുതലാണ്. തണുപ്പ് കൂടുതലായി ഇവർ പെട്ടെന്ന് ചത്തും. പക്ഷേ ഒരു 2 പെയർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു കുട്ടികൾ ഇറങ്ങി കിട്ടും. ഞാൻ ഇപ്പോൾ എടുത്താണ് അല്ല നമ്മുടെ മുന്നേ ഉണ്ടായതാണ്. ഇതിപ്പോൾ കൊടുത്ത അവസാനം നമ്മുടെ മെയിൽസ് മാത്രമായി അവസാനം ആകെ 2 ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഇറങ്ങി കിട്ടുന്നത് കുറവാണ്. കറക്റ്റ് ജോഡിയാണെങ്കിൽ നന്നായിട്ട് കുട്ടികൾ ഒരു മിനിമം 3 to 5 കുഞ്ഞുങ്ങൾ വരെ ഒരു ഇതിൽ ബ്രീഡിങ്ങിൽ നമുക്ക് കിട്ടും. പെട്ടെന്ന് പെറ്റ് നന്നായിട്ട്
പെട്ടെന്ന് ബ്രീഡായി കിട്ടുന്ന ഇതാണ് നമ്മുടെ ഫിഞ്ചസ്. അത് ഏത് ഫിഞ്ചസ് ആയാലും പെട്ടെന്ന് ബ്രീഡായി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊടുക്കുന്നത് പെയർ 400 റേയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഫിഞ്ചസ്. ഇതിൽ ഒരെണ്ണം മറ്റേ സീബ്ര ഫിഞ്ചസ് മോഡൽ ഒരെണ്ണമുണ്ട്, ബാക്കിയൊക്കെ വൈറ്റ് ഫിഞ്ചസാണ്. നമുക്കിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ട്. മെയിലുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ്. നമ്മുടെ മെയിലുകളാണ് കൂടുതലുള്ളത്. ഫീമെയിലുകൾ 2 ഉള്ളൂ. ഇപ്പോൾ അതിന് ഒരു ഇതാണ് ബ്രീഡ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. ഫിഞ്ചസ് നമ്മുടെ കൊടുക്കാനുണ്ട് ഇപ്പോൾ അത്യാവശ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലവ് ബേർഡ്സിൻ്റെയും ഫിഞ്ചസിൻ്റെയും കളക്ഷൻസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു പെറ്റ്സിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം.